തേങ്ങ അരച്ച ഉണക്കമീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഷഹബാസ് കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണക്കമീനിന്റെ കൂടെ ഒരു ചെറിയ പടവലവും കായും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിന്ന് കറി വയ്ക്കുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലേശം ഉപ്പും ചേർത്ത് നമ്മൾ തന്നെ ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഈ മീൻ. നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് 5 മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മീൻ അത്യാവശ്യം വലിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പടവലം ഈ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 പച്ചമുളക്, ഒരു തക്കാളി, കറിവേപ്പില, ഇത്രയും കൂടി നമുക്ക് ഇതിലേക്ക് വേണം. കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്ന സമയം നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിന്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വന്ന സമയം നമുക്കിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മളൊരു വലിയ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പുളി നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്ന സമയം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ പടവലങ്കായും ഉണക്കമീനും ഒക്കെ വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കുകയും വേണം. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള 1 കപ്പ് തേങ്ങ മിക്സിയിൽ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിലല്ലാതെ ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ ഈ രൂപത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പടവലങ്കായും ഉണക്കമീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീനിൽ ഉപ്പ് കുറവാണ്, എന്നാലും നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മുടെ കറിയിൽ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അല്പം വെള്ളം കൂടി ഒന്ന് കുറുകി വരണം. നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഒന്ന് കുറുകി പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത്ര മതി. ഈ സമയം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും